നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ആഗസ്റ്റ് 10, 11 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 10 വെളുപ്പിന് 2:11 AM മുതൽ ആഗസ്റ്റ് 12 രാവിലെ 6:10 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ഇവിടെ ഇതിൽ പ്രധാനമായിട്ട് ഗുരുശുക്ര യോഗമുണ്ട്, രവി ബുധ യോഗമുണ്ട്. പക്ഷേ ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ എല്ലാവർക്കും അത്ര നല്ല ദിവസങ്ങൾ ആയിരിക്കില്ല അത്. എങ്കിലും 3 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാൽ നിയമപ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ സൂര്യൻ, ശനി, വ്യാഴം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് തന്നെ ഗുരുശുക്രയോഗം ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും. അതുപോലെ തന്നെ ബന്ധങ്ങൾ, പുതിയ സുഹൃത്തുക്കളൊക്കെ ലഭിക്കാം. അതുവഴി ഭാവിയിലും ഇപ്പോഴും നേട്ടം ഉണ്ടാവും. പിന്നെ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാവും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വ, ശനി, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത നിലനിൽക്കുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, ചന്ദ്രൻ ഉൾപ്പെടെ. അഷ്ടമത്തിലാണ് ചന്ദ്രനും സർപ്പവും നിൽക്കുന്നത്. അപ്പോൾ ഇവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലും ആഴ്ചയിൽ 7 ദിവസം
സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ ധനവരവുണ്ടാവും. പിന്നെ ബന്ധങ്ങൾ സുദൃഢമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം വരും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ചന്ദ്രനും അഷ്ടമത്തിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ബുധൻ, അതുപോലെ തന്നെ ശനി, സർപ്പം, ശിഖി ഇവയൊക്കെ പ്രതികൂലമാണ്. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് അതുപോലെ വഴിപാടുകൾ നടത്തുക. അതുപോലെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ 3ഉം ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരു ശുക്രയോഗമുണ്ട്. അപ്പോൾ ഇവർക്ക് ദൈവാധീനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. ഉള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധുക്കളുമായിട്ട് സൗഹൃദം, ബന്ധങ്ങൾ സുദൃഢമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ അവർക്ക് ഉണ്ടാവും. ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങിത്തുടങ്ങും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കഴിവതും ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രധാനമായിട്ട് ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, സന്താന ഗുണം, പിതൃഗുണം ഇവ പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പക്ഷേ ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ല, പ്രതികൂലമെന്ന് പറയാൻ ഒക്കത്തില്ല. 5ാം ഭാവത്തിൽ ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ബാക്കി 7 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർ ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അതുപോലെ തന്നെ കർക്കിടക മാസം മുഴുവൻ, കർക്കിടം, ചിങ്ങം മാസങ്ങളിൽ എല്ലാം തന്നെ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പിന്നെ സാങ്കേതിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട.
വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വ്യാഴം മാത്രമാണുള്ളത്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് 6 ഗ്രഹങ്ങളുണ്ട്. അതാണ് നമ്മൾ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത്. ചൊവ്വ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനിയും സൂര്യനും നിൽക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. കർമ്മരംഗത്ത് ഇവർക്ക് തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും. എങ്കിലും അതുവഴി നേട്ടമുണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. വ്യാഴവും ശിഖയും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനി ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അതൊരു വലിയ സപ്പോർട്ടാണ് ഇവർക്ക്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. മൊത്തത്തിൽ ശനി ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നു. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പൊതുവെ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സർപ്പം, ശനി, ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലം. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാവും. അതെല്ലാ രംഗങ്ങളിലും ഉള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വളരെയധികം സഹായത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറും. അതുപോലെ തന്നെ ചന്ദ്രനും ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി ആരോഗ്യം മെച്ചപ്പെടും. പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. 6ാം ഭാവത്തിൽ ഇവർക്ക് രവി ബുധ യോഗം, ബുധാദിത്യ യോഗം നിൽക്കുകയാണ്. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ചന്ദ്രൻ വ്യയസ്ഥാനത്ത്, ചന്ദ്രനും സർപ്പവും വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും
സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 10-8-2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 1, 0, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11-8-2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 10-11 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ രാവിലെ 5:31 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 10-11 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 10-ാം തീയതി 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 10-ാം തീയതി. 11-ാം തീയതി ഉച്ചയ്ക്ക് 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:56 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 11-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 10-ാം തീയതി വൈകിട്ട് 5:11 PM മുതൽ 6:44 PM വരെയാണ് 10-ാം തീയതി രാഹുകാലം. 11-ാം തീയതി രാവിലെ 7:52 AM മുതൽ രാവിലെ 9:26 AM വരെയാണ് 11-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 10-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 11-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.